ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ് ഡിവിഷൻ ഓഫ് ജേണൽ എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട രണ്ട് ഷോർട്ട് എസ്സേസ് ആണ്. ഇത് രണ്ടും നമ്മുടെ എക്സാമിനേഷന് സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മുൻപ് ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ രണ്ട് അക്കൗണ്ടുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സാമിന് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്പർ 1, പ്രിപ്പറേഷൻ ഓഫ് സെയിൽസ് ഡേ ബുക്കാണ്. ഒരു സെയിൽസ് ബുക്ക് അല്ലെങ്കിൽ ഒരു സെയിൽസ് ഡേ ബുക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പർച്ചേസ് ഡേ ബുക്ക് ഇതേപോലെ തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടിൻ്റെയും പ്രിപ്പറേഷൻ സംവാട്ട് സിമിലർ ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത് സെയിൽസ് ഡേ ബുക്കാണ്. ക്വസ്റ്റ്യൻ നോക്കാം. 5 മാർക്സിന് പ്രീവിയസ് ഇയർ ചോദിച്ചൊരു ചോദ്യമാണത്. 2018 January 1st ഡേറ്റ് തന്നിട്ടുണ്ട്. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു കൃഷ്ണ സ്റ്റോഴ്സ് ആസ് പെർ ഇൻവോയ്സ് നമ്പർ 401. 40 ടീഷർട്ട് ഉണ്ട് അറ്റ് ₹500 ഈച്ചാണ്. നമ്മൾ വിറ്റ സാധനങ്ങളുടെ യൂണിറ്റും അതിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റും തന്നിട്ടുണ്ട്. ദെൻ 25 ജീൻസ് അറ്റ് ₹750 ഈച്ച്. ലെസ് ട്രേഡ് ഡിസ്കൗണ്ട്, നമുക്കവിടെ ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്, നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ദെൻ January 8th സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മേഴ്സസ് ധന്യ ടെക്സസ് പെർ ഇൻവോയ്സ് നമ്പർ 403. 20 ചുരിദാർ സെറ്റ് ₹400 ഉണ്ട്. 50 കുർത്ത സെറ്റ് ₹300 വരുന്നുണ്ട്. അവിടെയും ട്രേഡ് ഡിസ്കൗണ്ട് നമുക്ക് കുറയ്ക്കാനുണ്ട് 5%. മൂന്നാമത്തെ, അതായത് January 20th മൂന്നാമത്തെ ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു സാലു ടെക്സ്റ്റൈൽസ് മാർട്ട് ആസ് പെർ ഇൻവോയ്സ് നമ്പർ 404. 75 സാരീസ് അറ്റ് ₹700 ഈച്ച് ഉണ്ട്. 30 പർദാസ് അറ്റ് ₹900 ഈച്ച് ഉണ്ട്. ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് 8% ഉണ്ട്. സോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് സെയിൽസ് ഡേ ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക എന്ത് മാത്രമാണ്? ക്രെഡിറ്റ് സെയിൽസ് മാത്രമാണ്. ക്രെഡിറ്റ് സെയിൽസ് മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ആൻഡ് നമ്മൾ ഈ ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗൂഡ്സ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതായത് നമ്മൾ ക്രെഡിറ്റിനൊരു അസറ്റ് വിറ്റാൽ നമ്മളിത് എടുക്കാൻ പാടില്ല. ഈ ഒരു പ്രോബ്ലത്തിനകത്ത് 3 ഡേറ്റിൽ തന്നതും ഗൂഡ്സിൻ്റെ സെയിൽ മാത്രമാണ്. മെറ്റീരിയൽസ് ആണ് അല്ലേ, ഡ്രസ് മെറ്റീരിയൽസ് ആണ്, ഡ്രസ്സാണ്. അപ്പം എല്ലാ കേസിലും ക്ലോത്താണ്, നമ്മുടെ ഗുഡ്സാണ് നമ്മൾ വിൽക്കുന്നത്. സോ 3 ഡേറ്റിലെ ട്രാൻസാക്ഷൻസ് നമ്മൾ ആൻസറിലേക്ക് എടുക്കണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. മറ്റൊന്ന്, അസറ്റ് സെയിൽ എന്നതിന് ഇവിടെ പറയുന്നില്ല. ക്യാഷ് സെയിലും തന്നിട്ടില്ല. നമുക്കിവിടെ ക്യാഷ് സെയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ക്യാഷ് സെയിൽ വന്നാൽ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ സെയിൽസ് ബുക്കിലേക്ക് എടുക്കരുത്. ഓൺലി ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നമ്മൾ ആൻസറിലേക്ക് പോവാണ്. 3 ഡേറ്റിന് നമുക്ക് കൃത്യമായിട്ട് ഡാറ്റ തന്നിട്ടുണ്ട്. നമ്മൾ ആൻസറിലേക്ക് പോവാണ്. സോ ഇവിടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഡേറ്റ് കോളം പ്രൊവൈഡ് ചെയ്യുക, പർട്ടിക്കുലേഴ്സ് കോളം, ഇൻവോയ്സ് നമ്പർ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നതുകൊണ്ട് ഇൻവോയ്സ് നമ്പർ കൂടെ പ്രൊവൈഡ് ചെയ്യണം. ദെൻ ലെഡ്ജർ ഫോളിയോ കൊടുക്കാം, ടോട്ടൽ എമൗണ്ട് കോളം. ഓക്കെ. അപ്പോൾ ഞാനിവിടെ ഒരു ഡീറ്റെയിൽസ് എമൗണ്ട് കോളം കൂടെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് എഴുതാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഓരോ ട്രേഡറിനും നമുക്ക് ഓരോ കസ്റ്റമർക്കും നമ്മൾ സാധനങ്ങൾ വിട്ടതും അതിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടി ഒരു കോളം കൊടുത്തിട്ടുണ്ട്. 2018 January 1 നമ്മൾ കൃഷ്ണ സ്റ്റോഴ്സിനാണ് വിട്ടത്. സോ നമ്മുടെ കസ്റ്റമറുടെ പേര് ഫസ്റ്റ് എഴുതുക. ഡീറ്റെയിൽസ് ഓഫ് കസ്റ്റമറാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. ദെൻ അവർക്ക് വിറ്റ സാധനങ്ങൾ എന്തൊക്കെയാണ്? 40 ടീഷർട്ട്, അതിൻ്റെ എമൗണ്ട് വരുന്നത് 500 പെർ യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മൾ 40 × 500 ചെയ്യുക. ദാറ്റ് ബിക്കം 20,000. ദെൻ 25 ജീൻസ് അറ്റ് ₹750 ഈച്ചാണ്. അപ്പോൾ 25 × 750 ചെയ്യുക. നമുക്ക് 18,750 ടോട്ടൽ കിട്ടും. സോ ടോട്ടൽ നമ്മൾ ആ ഒരു കൃഷ്ണ സ്റ്റോഴ്സിന് വിറ്റ സാധനങ്ങൾ 38,750 ആണ്. 38,750 രൂപയുടെ സാധനങ്ങൾ നമ്മൾ വിറ്റിട്ടുണ്ട്. അവിടുന്ന് ട്രേഡ് ഡിസ്കൗണ്ട് മൈനസ് ചെയ്യുക. ട്രേഡ് ഡിസ്കൗണ്ട് കുറയ്ക്കാൻ വിട്ടുപോകരുത്. ക്വസ്റ്റിനകത്ത് ഇവിടെ കൃത്യമായിട്ട് ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. സോ അത് നമ്മൾ മൈനസ് ചെയ്യുക. സോ 38,750ൻ്റെ 10% 3,875 ആണ്. അത് മൈനസ് ചെയ്തിട്ട് ബാലൻസിങ് ഫിഗർ നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് എടുക്കുക. ഓക്കെ, ബാലൻസിങ് ഫിഗർ എമൗണ്ട് കോളത്തിലേക്ക് എടുക്കുക. ഇവിടെ ഇൻവോയ്സ് നമ്പറിന് കോളം കൊടുത്തിട്ടുണ്ട്. ഇൻവോയ്സ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് 401. ആ കോളത്തിനകത്ത് നമുക്ക് ഇൻവോയ്സ് നമ്പർ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. സോ ഇതേപോലെ എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ 1 by 1 ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. അതായത് കസ്റ്റമറിൻ്റെ നെയിം എഴുതുക, അയാൾക്ക് വിറ്റ കാര്യങ്ങൾ, അതായത് എത്ര യൂണിറ്റ് ആണ് വിറ്റത്, ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് എത്രയാണ്, മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടും. എത്ര ഐറ്റം, രണ്ടാമത്തെ ഐറ്റം യൂണിറ്റ് വിറ്റത് 50 യൂണിറ്റ് ആണ്, 300 രൂപയാണ് ഒരു യൂണിറ്റിൻ്റെ വില. സോ ടോട്ടൽ 15,000, വി ഗോട്ട് 23,000.
മൈനസ് ട്രേഡ് ഡിസ്കൗണ്ട് ഇഫ് എനി. രണ്ടാമത്തെ കേസിൽ നമുക്ക് 5% ട്രേഡ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്, അത് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1150 രൂപയാണ് വരുന്നത്. 1150 മൈനസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് 21,850 ആണ്. 21,850 ആണ്. ഓക്കെ, സോ സെയിൽസ് ഡേ ബുക്കിനകത്ത് നമ്മൾ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ്, പെർ യൂണിറ്റ് കോസ്റ്റ്, എത്ര ഐറ്റമാണോ വിറ്റത്, ഇത്രയും കാര്യങ്ങളാണ് കൃത്യമായിട്ട് കാണിക്കേണ്ടത്. ലാസ്റ്റ് വൺ, ഷാലു ടെക്സ്റ്റൈൽസ് മാർട്ടിന് വിറ്റത് 75 സാരീസ് at ₹700 ഈച്ചാണ്. 52,500 എമൗണ്ട് വരും. 30 പർദാസ് at ₹900 ഈച്ചാണ്. 27,000 വരും. ടോട്ടൽ 79,500 ആണ്. ട്രേഡ് ഡിസ്കൗണ്ട് 8% ഉണ്ട്. 79,500 മുകളിലാണ് ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ കാണേണ്ടത്. അതായത് ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ടത് ടോട്ടൽ സെയിൽസ് വാല്യൂവിൻ്റെ മുകളിലാണ് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 8% പറയുമ്പം 63,600 വരുന്നുണ്ട്. മൈനസ് നമുക്ക് കിട്ടുക 73,140. 3 കസ്റ്റമേഴ്സും നമ്മൾ വിറ്റ ടോട്ടൽ നടത്തിയ സെയിൽസിൻ്റെ വാല്യൂ 34,875, 21,850, 73,140. മൂന്നും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ് ഫോർ ദി പീരീഡ്. ആ ഒരു പീരീഡിലുള്ള ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ് അവൈലബിൾ ആവും. സോ ഇങ്ങനെയാണ് സെയിൽസ് ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. പർച്ചേസ് ഡേ ബുക്കിലേക്ക് വരുന്ന സമയത്ത് ഇതേ ഫോർമാറ്റും ഇതേ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അവിടെ നമ്മൾ ഡീറ്റെയിൽസ് ഓഫ് കസ്റ്റമേഴ്സിന് പകരം ഡീറ്റെയിൽസ് ഓഫ് സപ്ലയർ ആണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഒരു സപ്ലയറിന് എത്ര ഐറ്റങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് എത്രയാണ്, ടോട്ടൽ എടുക്കുക, ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. സെയിൽസ് ഡേ ബുക്കും പർച്ചേസ് ഡേ ബുക്കും പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു കാരണവശാലും ക്യാഷ് സെയിൽസോ ക്യാഷ് പർച്ചേസോ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. 2, അസറ്റ് പർച്ചേസ് ചെയ്യുക, അസറ്റ് സെയിൽ ചെയ്യുക. ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യരുത്, ആ ഒരു പർച്ചേസ് ഡേ ബുക്കിനകത്തും സെയിൽസ് ഡേ ബുക്കിനകത്തും എടുക്കരുത്. ഓക്കെ, സോ ഓക്കെ, അടുത്ത നമ്മുടെ അക്കൗണ്ട് വരുന്നത് പെറ്റി ക്യാഷ് ബുക്കാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പെറ്റി ക്യാഷ് ബുക്ക്. ഇതൊരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്സിനാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. സോ പെറ്റി ക്യാഷ് ബുക്ക് നമുക്ക് ഈ ചാപ്റ്ററിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. സോ എങ്ങനെയാണ് പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ ബാലൻസിങ് എങ്ങനെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ പെറ്റി ക്യാഷ് ബുക്ക് അണ്ടർ ഇംപ്രസ് സിസ്റ്റം. ഇംപ്രസ് സിസ്റ്റത്തിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇംപ്രസ് സിസ്റ്റം എന്നുള്ളത്, എക്സാമിൽ ചോദിക്കുന്ന കാര്യമാണ്. January 1st ക്യാഷ് റിസീവ്ഡ് ഫ്രം മെയിൻ ക്യാഷ്യർ. മെയിൻ ക്യാഷ്യറെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയ ക്യാഷ് 2,000 റുപ്പീസ് ആണ്. നമുക്ക് വന്ന എക്സ്പെൻസുകൾ നോക്കിക്കോളൂ. ഫോട്ടോ കോപ്പി 35 റുപ്പീസ് ഉണ്ട്, ഓട്ടോ ചാർജ് 60 ഉണ്ട്, ഇങ്ക് പെൻ പെൻസിൽ 70 ഉണ്ട്, ബസ് ഫെയർ 85 ഉണ്ട്, പോസ്റ്റേജ് സ്റ്റാമ്പ് 160 ഉണ്ട്, കാർട്ടേജ് 40 ഉണ്ട്, കൊറിയർ ചാർജ് 80 ഉണ്ട്, റിഫ്രഷ്മെൻറ്റ് 180, ടെലഗ്രാം ചാർജ് 40, ടാക്സി ഫെയർ 120. ഇത്രയും എക്സ്പെൻസുകളാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ. അപ്പോൾ നമ്മൾ പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫോർമാറ്റ് തന്നെ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാറ്റ് നോക്കിക്കോളൂ. ഇതിനകത്ത് ഡെബിറ്റ് സൈഡ് ഇത് ഡെബിറ്റ് ആയിട്ട് കണക്കാക്കുക, ഡെബിറ്റ് സൈഡ് ഇത് ക്രെഡിറ്റ് സൈഡ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഡെബിറ്റ് എമൗണ്ട് കോളം നോക്കൂ. ഡെബിറ്റ് എമൗണ്ട് കോളം ഇതാണ് ഡെബിറ്റ് എമൗണ്ട് കോളം. അതേപോലെ ഇതാണ് ക്രെഡിറ്റ് എമൗണ്ട് കോളം. ഈ 2 കോളങ്ങൾക്കും ഒറ്റ പർട്ടിക്കുലേഴ്സ് കോളം മാത്രമേ ഉള്ളൂ. നമുക്ക് പർട്ടിക്കുലേഴ്സ് കോളം എന്ന് പറയുന്നത് ഇത് ഒരു കോമൺ പർട്ടിക്കുലേഴ്സ് കോളമാണ്. 2നും കൂടെ ഒരു പർട്ടിക്കുലേഴ്സ് കോളം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് പെറ്റി ക്യാഷ്യർക്ക് കിട്ടുന്ന എമൗണ്ട്, ആ ഇംപ്രസ്ഡ് എമൗണ്ട്, തുടക്കത്തിൽ കിട്ടുന്ന എമൗണ്ട് നമ്മൾ ഡെബിറ്റ് ഭാഗത്താണ് റെക്കോർഡ് ചെയ്യേണ്ടത്. റെസീറ്റ് ഓഫ് മണി എപ്പോഴും നമ്മൾ ഡെബിറ്റ് ഭാഗത്താണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ക്യാഷ് ബുക്കിൻ്റെ റൂൾ അതാണ്. ഇനി ഓൾറെഡി ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട് എങ്കിൽ, കഴിഞ്ഞ മന്തിലെ ബാലൻസ് എമൗണ്ട് ബാക്കി തുക നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ അതും നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് കാണിക്കണം. ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് കാണിക്കണം. ബാലൻസ് ബ്രോ ഡൗൺ ഉണ്ടാവും, അതിന് തൊട്ട് താഴെ ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് മെയിൻ ക്യാഷ്യറെ കയ്യിൽ നിന്ന് കിട്ടിയ പൈസ ഉണ്ടാവും. ഈ 2 കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് കാണിക്കേണ്ട ആവശ്യമുള്ളൂ. 2 എമൗണ്ട് മാത്രമേ ഡെബിറ്റ് ഭാഗത്ത് ഉണ്ടാവുള്ളൂ. ബാക്കി മുഴുവൻ എക്സ്പെൻസുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുക എവിടെയാണ്? നമ്മുടെ ക്രെഡിറ്റ് സൈഡിലാണ്. ഇതാ ഇവിടെ ക്രെഡിറ്റ് ഭാഗത്താണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ക്രെഡിറ്റ് ഭാഗത്ത് നമ്മൾ എഴുതിയ കാര്യങ്ങൾ നമ്മൾ പിന്നീട് തൊട്ടടുത്ത് അനാലിസിസ് കോളം ചെയ്തിട്ട് അവിടേക്ക് കൂടെ മാറ്റി എഴുതണം. ഇപ്പോൾ അനാലിസിസ് കോളം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്വസ്റ്റിനകത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് ഹെഡിങ് കൊടുത്താൽ മതി. പ്രധാനപ്പെട്ട എക്സ്പെൻസുകൾക്ക് ഹെഡിങ് കൊടുത്താൽ മതി. അപ്പം ഈ ഹെഡിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ പൊതുവേ നമ്മൾ കൊടുക്കേണ്ട ഹെഡിങ്ങളാണ്. ഒന്ന് പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി. ഏറ്റവും പ്രധാനമായിട്ട് ഒരു ഓർഗനൈസേഷനകത്ത് ഉണ്ടാകുന്ന പെറ്റി എക്സ്പെൻസ് ആണെന്ത്? പ്രിൻറ്റിങ് ചാർജുകളും സ്റ്റേഷനറി ഐറ്റംസും.
ഇപ്പോൾ ഇങ്ക് പെന്നൊക്കെ വാങ്ങിക്കുന്നുണ്ടല്ലേ, നമ്മൾ പെൻസിൽ ഒക്കെ വാങ്ങുന്നുണ്ടാവും. സോ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ഒന്ന് കൊടുക്കാം, ട്രാവലിംഗ് എക്സ്പെൻസ് മറ്റൊരു ഹെഡ് കൊടുക്കാം, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം കൊടുക്കാം, കാർട്ടേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റിനകത്ത് ഉണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരു കോളം ഇവിടെ കൊടുക്കാം. ഞാൻ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി നമ്മൾ ഒരു 3 കോളം നമ്മൾ ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ 4-മത്തെയോ 5-മത്തെയോ കോളമായിട്ട് നമുക്ക് മിസല്ലേനിയസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞൊരു കോളം കൂടെ കൊടുക്കാം. മിസല്ലേനിയസ് ഈ പറഞ്ഞ ഹെഡിലൊന്നും കാണിക്കാൻ പറ്റാത്ത എക്സ്പെൻസ് എല്ലാം നമുക്ക് എവിടെ കൊണ്ടുപോയി എഴുതാം, മിസല്ലേനിയസ് കൊണ്ടുപോയി എഴുതാം. ഓക്കെ, നൗ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? പെറ്റി ക്യാഷ് ബുക്കിൽ നമ്മൾ ഒന്നാമത്തെ ഐറ്റമായിട്ട് ഫസ്റ്റ് ഐറ്റമായിട്ട് നമ്മൾ എടുക്കേണ്ടത് ക്യാഷ് ഫ്രം മെയിൻ ക്യാഷറാണ്. മെയിൻ ക്യാഷറെ കയ്യിൽ നിന്ന് കിട്ടിയ ക്യാഷ് ഈ 2000 റുപ്പീസ് ആണ് അല്ലേ, 2000 റുപ്പീസ്. അപ്പോൾ നമുക്ക് ഈ 2000 റുപ്പീസ് നമ്മൾ ആദ്യം ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു, 2000 റുപ്പീസ് ഡെബിറ്റ് ഭാഗത്തേക്ക് പോസ്റ്റ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഓരോ ഡേറ്റിനും വന്നിട്ടുള്ള എക്സ്പെൻസുകൾ ഫോട്ടോ കോപ്പി ഉണ്ട്. ഒന്നാമത്തെ എക്സ്പെൻസ് ഫോട്ടോ കോപ്പിയാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോ കോപ്പി ചെയ്യുന്നു. എമൗണ്ട് നമ്മൾ എവിടെ ചെയ്യുന്നത്, ക്രെഡിറ്റ് ഭാഗത്താണ് ചെയ്യുന്നത്. പേയ്മെൻറ്റുകളാണ്, ഇനി എല്ലാം പേയ്മെൻറ്റുകളാണ്. അപ്പോൾ നമ്മൾ എല്ലാ എമൗണ്ടും ക്രെഡിറ്റ് ഭാഗത്ത് എഴുതിയാൽ മതി, ക്രെഡിറ്റ് ഭാഗത്ത് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ ഫോട്ടോ കോപ്പിയെ നമ്മൾ എന്ത് ചെയ്യണം, അനാലിസിസ് കോളത്തിലേക്ക് മാറ്റണം. അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് ആയതുകൊണ്ട് നമ്മൾ ഈ കോളത്തിലേക്ക് മാറ്റണം. ഏത് ഹെഡിലാണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റുക, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെഡ് ഏതാണ്? ഫോട്ടോ കോപ്പി ആയതുകൊണ്ട് പ്രിൻറ്റിങ്ങിൽ വരുന്നതാണ് അല്ലേ. സോ ദിസ് ഈസ് കമ്മിങ് അണ്ടർ പ്രിൻറ്റിങ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ 35 രൂപേനെ നമ്മൾ പ്രിൻറ്റിങ്ങിൽ കൂടെ എഴുതി വെച്ചു. ഓക്കെ, പ്രിൻറ്റിങ്ങിൽ എഴുതി വെച്ചു. ദെൻ തൊട്ടടുത്ത ഐറ്റം ഓട്ടോ ചാർജാണ്. എല്ലാ എക്സ്പെൻസുകളും ഈ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ നിങ്ങൾ എഴുതിയാൽ മതി. ഓട്ടോ ചാർജ് 60 റുപ്പീസ് നമ്മൾ ട്രാവലിംഗ് എക്സ്പെൻസിലേക്ക് മാറ്റി. ട്രാവലിംഗ് എന്ന അണ്ടറിൽ വരുന്നതാണ്. ഓട്ടോ ചാർജ്, ടാക്സി ഫെയർ, ബസ് ഫെയർ ഒക്കെ എന്താണ്, ട്രാവലിങ്ങിനകത്ത് നമുക്ക് എഴുതാം. ദെൻ ഇങ്ക് പെൻ പെൻസിലൊക്കെ സ്റ്റേഷനറി ഐറ്റമാണ്. സോ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി എന്ന ഹെഡിൽ നമ്മളത് മാറ്റി എഴുതി. ദെൻ ബസ് ഫെയർ 85 ട്രാവലിങ്ങിനകത്തേക്ക് മാറ്റി. ബസ് ഫെയർ ട്രാവലിങ്ങിൽ വരുന്ന ഐറ്റമാണ്. പോസ്റ്റേജ് സ്റ്റാമ്പ്, ഇവിടെ നമുക്ക് പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം എന്ന് പറഞ്ഞൊരു ഹെഡ് കിടക്കുന്നുണ്ട്, അവിടെ നമുക്ക് പോസ്റ്റേജ് സ്റ്റാമ്പിനെ എഴുതാം. കാട്ടേജ് നമ്മളൊരു ഹെഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമ്മൾ അവിടെ ഹെഡ് കൊടുത്തിട്ടില്ല എങ്കിൽ മിസലേനിയസിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, ദെൻ കൊറിയർ ചാർജ് 80 രൂപ പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാമിനകത്ത് കാണിക്കാം. കൊറിയേഴ്സ് പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാമിനകത്ത് കാണിക്കാം. റിഫ്രഷ്മെൻറ്റ് എന്ന് പറഞ്ഞത് നമുക്കിവിടെ ഒരു ഹെഡില്ല. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, ട്രാവലിംഗ്, പോസ്റ്റേജ്, കാട്ടേജിനകത്തൊന്നും കാണിക്കാൻ പറ്റില്ല. റിഫ്രഷ്മെൻറ്റ് അപ്പോൾ വരുന്ന കസ്റ്റമേഴ്സിന് കൊടുത്ത് എന്തോ റിഫ്രഷ്മെൻ്റ് ആയിരിക്കാം. ആ റിഫ്രഷ്മെൻറ്റ് നമ്മൾ മിസല്ലേനിയസ് എന്ന ഹെഡിലേക്ക് മാറ്റി. ഓക്കെ, ദെൻ ടെലഗ്രാം ചാർജ് നമുക്കിവിടെ പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം എന്നുള്ള ഹെഡ് ഉണ്ട്, നമ്മൾ ആ ഹെഡിലേക്ക് മാറ്റി. ദെൻ ടാക്സി ഫെയർ അഗെയിൻ 120 നമ്മൾ ട്രാവലിങ്ങിലേക്ക് മാറ്റി. ഇങ്ങനെയാണ് നമ്മൾ അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. എല്ലാ എക്സ്പെൻസുകളും ക്രെഡിറ്റ് ഭാഗത്ത് എഴുതുക, അതിനെ അപ്രോപ്രിയേറ്റ് ഹെഡിലേക്ക് നിങ്ങൾ മാറ്റി എഴുതുകയും കൂടെ വേണം. ഹെഡുകൾ നിങ്ങൾ കൊടുക്കുമ്പോൾ 3 മെയിൻ ഹെഡും ഒരു മിസല്ലേനിയസ് ഹെഡും കൊടുത്താൽ മതി മാക്സിമം എക്സാമിനകത്ത്. ഓക്കെ, ദെൻ നമ്മൾ ഈ അനാലിസിസ് കോളം എല്ലാം ടോട്ടൽ ചെയ്യണം. 180, 40, 280, 265 ആൻഡ് 105 ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് 870 ടോട്ടൽ എക്സ്പെൻസ് കിട്ടും. നമ്മൾ ഈ ഒരു കോളം, അതായത് എക്സ്പെൻസ് കോളം ഇങ്ങനെ താഴോട്ട് കൂട്ടിയാൽ 870 ടോട്ടൽ എക്സ്പെൻസ് വരും. അതേപോലെ നമുക്ക് തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കൂട്ടിയാലും 870 ടോട്ടൽ എക്സ്പെൻസ് വരും. അപ്പം നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് നമ്മൾ ചിലവാക്കിയ തുക എന്ന് പറയുന്നത് 870 രൂപയാണ്. അതവിടെ വെക്കാം. നമ്മളിനി ഡെബിറ്റ് സൈഡ് നോക്കുക. ഡെബിറ്റ് സൈഡ് 2000 രൂപ ഉണ്ടല്ലേ. സോ ഏതാണോ ഹെവിയർ, ഏതാണോ വലുത്, നമ്മളത് താഴേക്ക് ഇറക്കിയത്. 2000 വലുത്, നമ്മൾ താഴേക്ക് ഇറക്കിയത്. അതിനെ നമ്മൾ ക്രെഡിറ്റ് ഭാഗത്തേക്ക് കൊണ്ടുവന്നു. ദെൻ 2000-നകത്ത് 870 മൈനസ് ചെയ്തു. 870 എക്സ്പെൻസ് ആണ് അല്ലേ, ആ എക്സ്പെൻസ് മൈനസ് ചെയ്തു. നമുക്ക് ബാലൻസ് എത്ര കിട്ടി? ബാലൻസ് ക്യാരി ഡൗൺ 1130 കിട്ടി. ആ ബാലൻസ് നമ്മൾ എന്ത് ചെയ്തു? തൊട്ടടുത്ത വർഷത്തേക്ക് ബ്രോ ഡൗൺ ചെയ്തു. ബ്രോ ഡൗൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കൂ, നിങ്ങൾ ബാലൻസ് ക്രെഡിറ്റ് ഭാഗത്താണ് കിട്ടിയത്. ബ്രോ ഡൗൺ ചെയ്യുമ്പോൾ അത് എവിടേക്ക് വരും? ഡെബിറ്റ് ഭാഗത്തേക്ക് വരും. അപ്പോൾ അടുത്ത പീരീഡ് തുടങ്ങുന്ന സമയത്ത് 1130 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി മെയിൻ ക്യാഷർ എത്രയും കൂടെ തന്നാൽ മതി? മെയിൻ ക്യാഷർ 870 കൂടെ തന്നാൽ മതി അല്ലേ. 1130 870 കൂടി കൂട്ടി എത്രയും 2000 നമ്മുടെ ഇൻട്രസ്റ്റ് എമൗണ്ട് എത്രയാണ്? 2000 അത് വീണ്ടും 2000 മാറും. ഓക്കെ, ഇതാണ് പെറ്റി ക്യാഷ് ബുക്കിൻ്റെ സിസ്റ്റം. പെറ്റി ക്യാഷ് ബുക്കും നോക്കി വെക്കുക. നമ്മുടെ എക്സാമിന് ഹാഫ് ഇയർലിക്കും പബ്ലിക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു അക്കൗണ്ടാണെന്ത് പെറ്റി ക്യാഷ് ബുക്ക്. ഓക്കെ.